ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ആ സർക്കിൾ ഇൻസ്പെക്ടർ അനന്തംപിള്ളയെ വിളിച്ചിട്ട് പറയുക, സാറേ ആ രാജു ഇവിടുന്ന് പോയിട്ടില്ല, അവൻ ഇവിടെ തന്നെ നിൽക്കുക. അത് കേട്ടിട്ട് അനന്തംപിള്ള, എന്താ പാടോ ഇത്, അവൻ എവിടെ നിന്നാൽ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും? എടോ, തന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? എന്തെങ്കിലുമൊക്കെ വേഷം കെട്ടിറക്കി അവനെ എങ്ങനെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിട്. എൻ്റെ സാറേ, അവൻ അങ്ങനെയൊന്നും പോകുന്ന സാധനമല്ല. എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ. ആ സർക്കിൾ ഇൻസ്പെക്ടർ ആണെങ്കിൽ രാജുവിനെ ഇങ്ങനെ നോക്കുക. എന്നിട്ട് പതുക്കെ രാജുവിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് രാജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് അയാൾ ചോദിക്കുക, എടോ താൻ വീട്ടിൽ പോകുന്നില്ലേ? അതിനെ എൻ്റെ ഭാര്യ ഇതിനകത്ത് ഇട്ടിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? എനിക്കാണെങ്കിൽ ചിലരെ പോലെ പല ഭാര്യമാരൊട്ടില്ല താനും. ഇത് കേട്ടിട്ടാ ഇൻസ്പെക്ടറെ ചോദിക്കുന്നു, എടോ അത് താൻ എനിക്കിട്ട് വെച്ചതല്ലേ അത്? അയ്യോ, സാറിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നോ? രാജു ഒരു കളിയാക്കി ചിരിയോടെ, അയ്യോ എൻ്റെ സാറേ, സാറിന് ചിന്ന വീടുള്ള ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കളിയാക്കിയതൊക്കെ മതിയടാ, അവസരം കിട്ടിയപ്പോഴേ നീ അങ്ങ് വെട്ടി മുന്നേറുവാണോ? ഇതൊരു പോലീസ് സ്റ്റേഷനാ, ഇതിൻ്റെ പരിസരത്തങ്ങ് നിൽക്കാൻ പാടില്ല. അയ്യോ അതെന്താ സാറേ? എന്താ സാറേ, പോലീസ് സ്റ്റേഷൻ ബോംബ് നിർമ്മാണശാല വല്ലതും ആണോ? ഇതൊരു സർക്കാർ സ്ഥാപനമല്ലേ? ഈ നാട്ടിലെ ഒരു സാധാരണ പൗരനായ എനിക്ക് നിൽക്കാൻ അവകാശമുണ്ട്. സാറുണ്ടല്ലോ, ആ അവകാശം ചോദ്യം ചെയ്യാനൊന്നും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. എന്താടാ, നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വരുവാണോ? അയ്യോ എൻ്റെ സാറേ, നിയമവും സാമൂഹ്യ മര്യാദയും ഒന്നും നിങ്ങൾക്കില്ല. അതാ ഞാൻ പറഞ്ഞത്. ഡാ ഇതിന്റെ വാതിൽ കടന്ന് നീ വിളച്ചിലെടുത്താലേ നിന്നെ പിടിച്ചാൻ അകത്തിടും. അപ്പൊ സാറേ, പോലീസ് ഓഫീസറോട് തട്ടിക്കേറിയാലേ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട് അല്ലേ? അയ്യോ, അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ മനസ്സിൽ പറയുക, ഒരു കേസ് ഉണ്ടാക്കി ഇവനെ പിടിച്ച് അകത്തിട്ടാലോ? അതാ നല്ലത്. എടാ, പോലീസുകാരോടാണോടാ നീ നിയമം കളിക്കുന്നത്? എന്താടാ നിന്ന് ചെറിയുന്നത് എന്നും പറഞ്ഞ് രാജുവിനെ ഇങ്ങനെ തട്ടുവാണ്. തല്ലണോടാ നിനക്കെന്നെ? എടാ തല്ലടാ എന്നും പറഞ്ഞ് രാജുവിൻ്റെ ചെള്ളക്കൊക്കെ ഇട്ട് തട്ടുവാണ്. എന്താ സാറേ ഇത്? എടാ തല്ലടാ, നീ എന്നെ തല്ലടാ. അത് കേട്ടതും രാജു പെട്ടെന്ന് അയാളുടെ ചെവിക്കുറ്റിക്ക് അടിക്കാനായിട്ട് കൈ ഇങ്ങനെ പൊക്കിയിട്ട് അങ്ങ് ചിരിക്കുവാണ്. അപ്പോഴതാണ് സാറിൻ്റെ ഉദ്ദേശം. എന്തെങ്കിലും കേസുണ്ടാക്കി സാറിന് എന്നെ പിടിച്ച് ഇപ്പോൾ ഇതിനകത്ത് ഇടണം. അയ്യോ എൻ്റെ സാറേ, സാറൊരു സാധാരണ സാറൊന്നും അല്ല, ഒരൊന്നൊന്നര സാറാ. സാറേ, സാറിനെ ഞാൻ തല്ലുവെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലേ അതെ സാറങ്ങ് ചെന്ന് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഞാനേ തന്നെപ്പോലെ ഓന്തൊന്നും അല്ല. എടാ, എന്തുവാടാ പറഞ്ഞേ? ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ടേ ഇവിടുന്ന് പോവും. അതെ, വർമ്മ സാറിൻ്റെ PA ആയതുകൊണ്ടോ മരുമകനായതുകൊണ്ടോ ഒന്നും അല്ല. ഈ ജനാധിപത്യ രാജ്യത്തിൽ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ള ഒരു പൗരനാണ് ഞാൻ. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ തരുന്ന നികുതി പണത്തിൽ നിന്ന് താനൊക്കെ ശമ്പളം പറ്റുന്നത്. മതിയടാ, അധികം കിടന്ന് പ്രസംഗിക്കണ്ടാടാ. ഇനി ഇവിടെ കിടന്ന് നീ അധികം പ്രസംഗിച്ചാലുണ്ടല്ലോ നിന്നെ പിടിച്ച് ഞാൻ അകത്തിടും. രാജു ദേഷ്യത്തോടെ പറയാ, എന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യണം മിസ്റ്റർ. ഞാനാണെങ്കിലേ എൻ്റെ സകല കൺട്രോളും വിട്ടു നിൽക്കുക. എന്നെ അറസ്റ്റ് ചെയ്യടോ. സർക്കാർ സർവീസിലുള്ള ചില പൊതുജനദ്രോഹികളുടെ കയ്യിലാ ഇപ്പോഴീ നാട്. അറസ്റ്റ് ചെയ്യടോ എന്നെ. എന്താടോ താൻ ചെയ്യുന്നില്ലേ? അപ്പോഴാ ഇൻസ്പെക്ടർ പറയുക, ഞാനൊന്ന് പുറത്തോട്ട് പോവുക, 2 മണിക്കൂറിനകം തിരിച്ചു വരും. അപ്പോഴും നീ ഇവിടെ നിൽക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ നീ 2 കാലിൽ പോവില്ല, നിന്റെ കാല് ഞാൻ തല്ലിയോടിക്കും. അത് കേട്ട് രാജു ഒരു കളിയാക്കി ചിരി. ഞാൻ പറഞ്ഞത് കേട്ടോടാ എന്ന് പറഞ്ഞിട്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ് ജീപ്പ് ഓടിച്ചങ്ങ് പോവുകയാണ്. അപ്പോഴകത്തുനിന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് രാജുവിനോട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെ കാണണം, അത്രയല്ലേ ഉള്ളൂ. രാജു പറയുന്നു, അതെ, അവൾക്ക് ഭക്ഷണം കൊടുക്കണം. എങ്കിൽ നിങ്ങൾ വന്നോളൂ, അയാൾ വരാൻ കുറേ താമസിക്കും. താങ്ക്സ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് രാജു ആ പോലീസുകാരനോടൊപ്പം ഹൃതികയെ കാണാൻ അകത്തോട്ട് പോവുകയാണ്. ജയിലഴികളിൽ പിടിച്ച് കരഞ്ഞോണ്ട് നിൽക്കുന്ന ഹൃതികയെ കണ്ടുകൊണ്ട് ആ പോലീസുകാരൻ പറഞ്ഞു, ദോണ്ടെ അങ്ങോട്ട് ചെന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. രാജുവിനെ കണ്ടതും ഹൃതിക കരയുവാണ്. രാജു എന്നും പറഞ്ഞ് അതുപോലെ തന്നെ രാജുവും കരയുക. ഋതു വിഷമിക്കാതെ, നാളെ രാവിലെ ഞാൻ എങ്ങനെയെങ്കിലും ഋതുവിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയിരിക്കും. ഇത് വാക്കാ ഋതു ഇങ്ങനെ കരയരുത്, ഞാൻ പുറത്തു തന്നെ ഉണ്ടാകും. രാജു, എന്തൊക്കെ ട്രാജഡികളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഞാൻ പ്രതാപവർമ്മയുടെ മകളാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ പാപം ജഗന്നാഥൻ അങ്കിൾ വെടിയേറ്റ് മരിച്ചത്. ആരൊക്കെയാ രാജു നമ്മുടെ ശത്രുക്കള്? ആ അംബികയെ കൂടാതെ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല ഋതു. ഞാൻ ആകെ പകച്ചു നിൽക്കുക ഋതു. എന്താ രാജു എൻ്റെ വിധി ഇങ്ങനായി പോയത്? എന്ത് പ്രശ്നങ്ങൾ വേണമെങ്കിലും വന്നോട്ട് ഋതു. എന്തൊക്കെ വന്നാലും നമുക്കതിനെ മറികടക്കാൻ ശ്രമിക്കാം. ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ധൈര്യവും മനക്കരുത്തും ഉണ്ടാവണം. ഋതു കോൺഫിഡൻ്റ് ആണ് വേണ്ടത്. രാജു, എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന്? എനിക്കും പിന്നെ എൻ്റെ അമ്മയ്ക്കും ഒരേപോലെ കഷ്ടകാലം. പാവം രാജു സമാധാനത്തോടെ ജീവിച്ചിരുന്ന ആളാ അല്ലേ? ഞാൻ രാജുവിൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പോൾ രാജുവിനും കഷ്ടകാലമായി. അയ്യോ ഋതു, അങ്ങനൊന്നും പറയല്ലേ. എൻ്റെ അച്ഛനൊരു ബിസിനസ്സുകാരനൊന്നും അല്ലല്ലോ, ഒരു പൊളിറ്റീഷ്യനല്ലേ.
മാത്രമല്ല ഒരു മിനിസ്റ്ററും, അച്ഛൻ മന്ത്രി ആയതുകൊണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ രാജു, ഈ പ്രശ്നത്തിൽ മന്ത്രിസഭ തന്നെ താഴെ പോവില്ലേ? അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റാത്തത്. അപ്പോഴാ പോലീസുകാരൻ ഋതികയ്ക്കുള്ള ഫുഡ് കൊണ്ടുവന്ന് രാജുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ദാണ്ടെ ഇത് ഋതികയുടെ ഫുഡാ, കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. ഋതു, ഇത് കഴിക്ക്. വേണ്ട രാജു, എനിക്ക് വേണ്ട, ഞാൻ എടുത്തു തട്ടെ ഋതു. വേണ്ട രാജു. ആ കടുവ ഇൻസ്പെക്ടർ എങ്ങാനും കണ്ടോണ്ട് വന്നാൽ പിന്നെ അത് മതി. അപ്പോഴങ്ങോട്ട് വലിയ സന്തോഷത്തോടെ അംബിക വരുന്നുണ്ട്. അംബിക ഋതിയെ ഇങ്ങനെ കണ്ടിട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ്. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നു, മേഡം എന്താ ഇവിടെ എന്നിങ്ങനെ ആ ചോദ്യം കേട്ട് ഋതികയും രാജുവും തിരിഞ്ഞു നോക്കുമ്പോൾ അംബിക അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. അംബിക പോലീസുകാരനോട് പറയാം, അപ്പോൾ നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ലേ? ആ ലോക്കപ്പിൽ നിൽക്കുന്ന കുട്ടിയില്ലേ, അതെൻ്റെ ആങ്ങളെ വളർത്തിയ കുട്ടിയാ. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ഇട്ടേക്കുമല്ലേ? ഞാനേ അവളെ കാണാൻ വന്നതാ, അവൾക്ക് ഞാൻ ഫുഡും വാങ്ങിച്ചോണ്ടാ വന്നേ. അത് കേട്ടിട്ട് പോലീസുകാരൻ പറയുന്നു, മേഡം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡ് ഞങ്ങൾ പ്രതികൾക്ക് കൊടുക്കാറില്ല. അയ്യോ, വേസ്റ്റായി പോയല്ലോ. ഈ സ്റ്റേഷൻ്റെ പുറത്ത് കൊടിച്ചിപ്പട്ടികളില്ലേ, നിങ്ങളിത് അവർക്ക് കൊടുത്തേരെ എന്നും പറഞ്ഞ് അംബിക ഋതിയെ ഏറുകണ്ണിട്ട് നോക്കി ഒരു പുഞ്ചിരിയോടെ അതാ പോലീസുകാരൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. രാജുവാണെങ്കിൽ അത് കണ്ട് ദേഷ്യം കൊണ്ട് തിളയ്ക്കുക. ഇതേ പോലീസ് സ്റ്റേഷനായിപ്പോയി, അല്ലെങ്കിൽ ഋതു ഞാനിപ്പോൾ അവരെ കൈകാര്യം ചെയ്തേനെ. എന്തായാലും എൻ്റെ ആങ്ങളയുടെ വളർത്തുമകൾക്കും അവളുടെ ഭർത്താവിനും ഇതുപോലെ സംസാരിക്കാൻ അവസരം കൊടുത്ത എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും എൻ്റെ നന്ദി. ഇവരിവിടുന്ന് പോകുന്നത് വരെ ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കണേ. അംബിക ഋതികയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുക, എടീ, നിന്നെ ഇതുപോലെ ഈ അഴിക്കുള്ളിൽ നിൽക്കുന്നത് കാണാനേ ഞാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയാവോ? ഇതെൻ്റെ സ്വപ്നമായിരുന്നു. അത് കേട്ടിട്ട് ഋതിക ദേഷ്യത്തോടെ, ഞാനൊന്ന് പുറത്തോട്ട് വരട്ടടി അംബികെ, ഇതിനുള്ള പകരം വീട്ടലേ അപ്പോഴാകാം. അതിന് നീ പുറം ലോകം കണ്ടിട്ട് വേണ്ടേടി ഋതികെ. ഇനി നിന്റെ ഈ നല്ല കാലം മുഴുവൻ ഇതുപോലെ അഴിക്കുള്ളിലായിരിക്കും. രാജു പറയാ, ഒന്ന് ചിലക്കാതെ ഇറങ്ങി പോകാവോ മാരണവേ? അതേടാ, പോകാടാ. ഞാൻ കിട്ടിയ അവസരം മുതലാക്കാതെ എനിക്കങ്ങനെ പോകാൻ പറ്റുമോടാ? ഇവളെ കാണാനേ ഞാൻ ജയിലിലൊന്നും പോകില്ല. എന്നാലും നീ അയാളെ കൊന്നുകളഞ്ഞല്ലോടി. നീ ചെയ്തത് ന്യായം തന്നെ അടി ഋതികെ. അമ്മയുടെ അവിഹിതക്കാരനെ ഷൂട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ അയാൾ നിന്റെ അച്ഛനല്ലായിരുന്നോടി. രാജു ഋതികയോട് പറയുക, ഇതിനുള്ള മറുപടി ഞാൻ പറയാം. വർമ്മ സാറിനും ശേഖരൻ സാറിൻ്റെ അമ്മയ്ക്ക് ഏതോ പെരുങ്കള്ളനെ ജനിച്ച അംബികയെ, അഭിഹിത സന്തതിയായ എടി അംബികെ, നിങ്ങളുടെ ബീജമല്ലാത്ത ആളിനെയും ജനിച്ച ദീപക് എന്ന ആൾക്കുരങ്ങൻ്റെയും ജാതകം ഉണ്ടല്ലോ, അത് ഞാൻ തിരുത്തി എഴുതും. ഒരു പട്ടട ഒരുക്കി ഞാനും ഋതികയും കൂടെ നിങ്ങളെ രണ്ടിനെ പച്ചയ്ക്ക് കത്തിക്കും. അതുവരെ നീ വിറപ്പിച്ച് നടന്നോടി അംബികെ. അംബിക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാജുവിൽ നിന്നും ഇത്രയും വലിയ അപമാനം കിട്ടുമെന്ന്. അപമാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നു, മേഡം, അതായത് സമയം കഴിഞ്ഞ് പൊയ്ക്കോളൂ എന്നാണ്. അംബിക ആ പോലീസുകാരനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അംബിക എന്നിട്ട് അവിടെ നിൽക്കുന്ന പോലീസുകാരനോട് ചോദിക്കുന്നത്, CI അവിടെ പോയി? അദ്ദേഹം പുറത്തോട്ട് പോയിരിക്കുക. എന്നാലേ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അംബിക അവിടെ നിന്ന് പോവുകയാണ്. അംബിക അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ പോലീസുകാരൻ പറയുന്നു, സാറ് വരുന്നതിന് മുമ്പ് നിങ്ങൾ പുറത്തോട്ട് പോയാൽ വളരെ ഉപകാരം. രാജുവിനോട് പറയുക. ഋതു പേടിക്കണ്ട, ഞാൻ പുറത്തു തന്നെ ഉണ്ടാകും. ഈ ഭക്ഷണം കഴിക്ക്. വേണ്ട രാജു. ഇല്ല ഋതു, ഇത് വാങ്ങിക്ക് എന്നും പറഞ്ഞ് രാജു നിർബന്ധിച്ച് കൊടുക്കുന്നുണ്ട് ഭക്ഷണം. ഈ സമയം പ്രതാപനാണെങ്കിൽ ആർക്കൊക്കെയോ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. കൂടെ ശേഖരൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. മീഡിയയെ പേടിച്ച് എനിക്ക് എൻ്റെ മകളെ രക്ഷിക്കാതിരിക്കാൻ പറ്റുമോ സാർ? തെളിവുകളെല്ലാം അവൾക്കെതിരാണെന്നും പറഞ്ഞ് ഒരു പോലീസുകാരൻ ഇങ്ങനെ വാശി പിടിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും സാർ? സാറേ, ഞാൻ വല്ലാത്ത ടെൻഷനില്ല. സാർ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പ്രതാപന് തീരെ സുഖമില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നോടുള്ള പകയും വൈരാഗ്യം എൻ്റെ മകളോട് തീർക്കുവാണ്. മകളെ കൊലക്കേസിൽ കുരുക്കി അകത്താക്കിയാലേ ഞാൻ ആകെ തകരുമല്ലോ. എൻ്റെ നാശം കാണണം അവർക്ക്. ഹോം മിനിസ്റ്റർ വന്നിട്ട് പോയി. സദാശിവൻ സാർ വേണ്ടതെല്ലാം ചെയ്യാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല സാർ, ഞാൻ ഫോൺ വെക്കുവാണ് എന്നും പറഞ്ഞ് പ്രതാപൻ ഫോൺ കട്ട് ചെയ്യുവാണ്. പ്രതാപൻ എന്നിട്ട് ശേഖരനോട് പറയുന്നു, പ്രശസ്തരായ സുപ്രീം കോർട്ട് വക്കീലുമാർ വരെ വാദിച്ചാൽ പോലും ഋതുമോൾക്ക് ജാമ്യം കിട്ടില്ലെന്നാണ് ഓരോരുത്തർ പറയുന്നത്. ചേട്ടാ, വലിയ കൊടും കുറ്റവാളികൾക്ക് പോലും ജാമ്യം കിട്ടിയിട്ടില്ലേ ചേട്ടാ? ഇത് ഓരോരുത്തർ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. ഒരു കാര്യം സത്യം ചേട്ടാ, ശത്രുക്കൾ ഇത് മുതലെടുക്കുക ചേട്ടാ. എതിർ പാർട്ടിക്കാർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക. എല്ലാ സോഷ്യൽ മീഡിയയിലും നമുക്കെതിരെ അനുകൂലമായും പ്രതികൂലമായും ന്യൂസുകളാണ്.
എല്ലാം ശത്രുക്കളെ തീവ്രമായ വർക്കുകളാണ്. എന്തൊക്കെയാ ശേഖരായി PR വർക്കുകൾ? മകൾ ചെയ്ത കൊലപാതക കേസ് ഇല്ലാതാക്കാനും മകളെ രക്ഷപ്പെടുത്താനും മന്ത്രി ഓടി നടക്കുവാണെന്ന്. ശക്തരായ പ്രതിപക്ഷം ഉള്ളതുകൊണ്ടും അവരെ പേടിച്ചിട്ടാണ് ഇതുവരെ മകളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാത്തതെന്ന്. ഇത്രമാത്രം ശത്രുക്കൾ നമുക്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ ചേട്ടാ മനസ്സിലാക്കുന്നത്. എനിക്കങ്ങനെ ശത്രുക്കളാരും ഉണ്ടായിരുന്നില്ല ശേഖര. പണ്ട് ഞാൻ വഴിയെ നടന്നു പോകുമ്പോൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി തലയുയർത്തി നോക്കുന്ന ഒരു നീർക്കോലി മാത്രമായിരുന്നു അനന്തൻ. അവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ അവനെ ഒന്ന് നോവിച്ച് വിട്ടതാ. പക്ഷേ അവനിപ്പോൾ രാജവെമ്പാലയായി പരിണാമം പ്രാപിച്ച് തിരിച്ചെത്തിയിരിക്കുക. കൊത്തിയെ അടങ്ങുവെന്ന ഭാവത്തിലാണ് അവൻ്റെ നിൽപ്പ്. പിന്നീടൊരിക്കൽ എൻ്റെ അടുത്ത് പാഞ്ഞെടുത്ത് ആ അനന്തനെ ഋതുമോളൊന്ന് നോവിച്ചു വിട്ടു. അതിൻ്റെ പ്രതികാരം തീർത്തതാ അവൻ. പ്രതാപനാണെങ്കിൽ വല്ലാത്ത ഒരു അസ്വസ്ഥതയും ചുമയും ഒക്കെ കൂടുവാണ്. പെട്ടെന്ന് എന്തോ മെഡിസിൻ എടുത്ത് കഴിക്കുന്നു. ഇത് ശേഖരൻ നോക്കി കാണുവാണ്. ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടാബ്ലറ്റ് കഴിക്കുന്നത്? ഞാൻ പല പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്തിനാ ചേട്ടാ? പറ ചേട്ടാ. അതെ, മനസ്സ് റിലാക്സ് ആകാനുള്ള ഒരു ടാബ്ലറ്റാ. നീ ചെല്ല് എന്ന് പറയുമ്പോഴും ശേഖരൻ സംശയത്തോടെ നോക്കി നിൽക്കുവാന്ന്. എടാ നീ ചെല്ലടാ, ഞാനൊരു അല്പം നേരം സ്വസ്ഥതയോടെ നിരുന്നോട്ടെ. അങ്ങനെ പ്രതാപൻ നിർബന്ധിച്ച് ശേഖരനെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. പോകാൻ ഒരുങ്ങുന്നെങ്കിലും ശേഖരൻ അവിടെ മാറി നിന്ന് സംശയത്തോടെ നോക്കുവാണ്. അപ്പോൾ ആ സമയത്ത് പ്രതാപൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട്. അത് കണ്ട് ശേഖരൻ അങ്ങ് ഭയത്തോടെ ചേട്ടാ എന്നും പറഞ്ഞ് അടുത്തോട്ട് ഓടി വന്നിട്ട് ചേട്ടൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ടല്ലോ. പ്രതാപൻ ഇങ്ങനെ മൂക്ക് തുടയ്ക്കുമ്പോൾ കയ്യിലെല്ലാം ബ്ലഡ് ആവുകയാണ്. ചേട്ടാ ഇതെന്താ ചേട്ടാ? എന്താ ചേട്ടാ? എന്നോട് പറയേട്ടാ. ഇത് നീ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ടടാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല, പോയേ പറ്റൂ. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. ചേട്ടൻ വന്നേ. എടാ ശേഖര, നീ വിചാരിക്കുന്ന പോലെ എനിക്കൊന്നുമില്ല. അതെ ചേട്ടാ, എൻ്റെ ചേട്ടൻ ഒന്നും ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞത്. ചേട്ടാ വാ ചേട്ടാ എന്നും പറഞ്ഞ് കരയുവാണ് ശേഖരൻ. എടാ വേണ്ട, പറ്റില്ല, ചേട്ടൻ വന്നേ പറ്റൂ. പ്രതാപനപ്പം ശേഖരനോട് പറയാം, ഞാൻ വരാം. പക്ഷേ ഒരു കാര്യം നീ എനിക്ക് സത്യം ചെയ്തു തരണം. നീ ഇതാരോടും പറയരുത്. എന്താ പറയുവോ? ഇല്ല ചേട്ടാ. എങ്കിൽ വാ എന്നും പറഞ്ഞ് പ്രതാപനും ശേഖരനും കൂടെ പോവുകയാണ്. ആ കടുവായസായി തിരിച്ചു വന്നിട്ടുണ്ട്. അവനിങ്ങനെ പുറത്തോട്ട് എത്തി നോക്കിയിട്ട് അവരെന്താ വരാൻ താമസിക്കുന്നത്? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അപ്പോഴേക്കും പോലീസുകാരാണോ എന്തോന്നറിയില്ല, 3-4 പേരങ്ങോട്ട് വന്നിട്ടുണ്ട്. 2 ലേഡീസും 2 ജെൻസും. ലേഡീസ് 2 പേരും അകത്തോട്ടും കയറിപ്പോയി. ആ ജെൻസുകൾ 2 പേരും പുറത്തോട്ട് വന്നിട്ട് രാജുവിനോട് ചോദിക്കുന്നത്, നീയാണോടാ മന്ത്രിയുടെ PA? ആണെങ്കിൽ എന്താ എന്നിങ്ങനെ രാജു ചോദിക്കുമ്പോൾ, എടാ സ്റ്റേഷൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേടാ? അപ്പോൾ രാജു പറയുന്നു, ഓ അത് ശരി, അപ്പോൾ CI സാർ ഇറക്കിയ പുതിയ പ്രോഡക്ട്സ് ആണ് നിങ്ങളല്ലേ? അപ്പോൾ അതിലൊരുവൻ, എന്താടാ പോലീസുകാരോട് ഉടക്കാൻ വരുന്നത്? അതെന്താ സാറേ, പോലീസുകാർ അന്യഗ്രഹ ജീവികളാണോ? എന്താടാ എന്നും ചോദിച്ച് ഒരുത്തൻ രാജുവിനെ ഇങ്ങനെ തട്ടുവാണ്. ഓ അത് ശരി, അപ്പോൾ CI സാറിൻ്റെ ട്രെയിനുകളാണ് നിങ്ങൾ അല്ലേ? നിങ്ങൾ എൻ്റെ മെക്കിട്ട് കയറുമ്പോൾ ഞാൻ നിങ്ങളോട് പ്രതികരിക്കണം. പിന്നെ സ്റ്റേഷൻ ആക്രമിച്ചു എന്ന പേരിലൊരു കേസ് കൂടെ ഉണ്ടാക്കി എന്നെ ലോക്കപ്പിൽ കയറ്റണം. എന്നാലേ ആ അടവൊക്കെ അങ്ങ് മടക്കി മനസ്സിൽ വെച്ചാൽ മതി. നീ വലിയ ഹീറോയാണോടാ? ഇവൻ ഹീറോയൊന്നും അല്ല, ഇവൻ വെറും സീറോയാ. 2 പേരും പറയുവാണ്. ഒരു സുന്ദരിപ്പെണ്ണിനെ കെട്ടിയെടുത്തതിൻ്റെ ഹുങ്കാവന്. എങ്ങനെയാടാ നീ അവളെ കറക്കിയെടുത്തത്? അവളാ സാറേ ഇവനെ കറക്കിയെടുത്തത്. ഇവൻ വെറും മോഴയാ. ആ കാർക്കോടകൻ SI 2 വനിതാ പോലീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കുക, അവളെ ചോദ്യം ചെയ്യുന്നതും അടിക്കുന്നതും ഒക്കെ ആ പുറത്ത് നിൽക്കുന്ന അവൻ കേൾക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അവളുടെ നിലവിളി ഉണ്ടല്ലോ, അതവൻ കേൾക്കണം. അപ്പോഴവൻ പ്രതികരിക്കാൻ നോക്കും. അങ്ങനെ പുറത്ത് നിൽക്കുന്ന പോലീസുകാരെ അവൻ അടിക്കും. അങ്ങനെ അടുത്ത കേസ് ചാർജ് ചെയ്ത് അവനെ അങ്ങെടുത്ത് അകത്തിടാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? സാറിൻ്റെ ഐഡിയ കൊള്ളാം. ആ മാനത്തൂർ സ്റ്റേഷനിലിട്ട് സൂസിയെ ചവിട്ടിക്കൊന്നതുപോലെ എൻ്റെ പൊന്നു തങ്കമണി, നീ അവളെ കൊന്നേക്കരുത്. അപ്പോൾ തങ്കമണി പോലീസുകാരി പറയുക, അയ്യോ അതൊരു അബദ്ധത്തിൽ പറ്റിയതാ, പക്ഷെ എന്ത് ചെയ്യാൻ, അവളങ്ങ് ചത്തുപോയി. അവളെ ഞങ്ങൾ പഴിപ്പിക്കാൻ സാറേ. അത് മതിയോ സാറേ? അത് മതി. നിലവിളി ഉയരണം, എന്നാലേ പുറത്ത് നിൽക്കുന്നവൻ റിയാക്ട് ചെയ്യത്തുള്ളൂ. അത് ഞങ്ങൾ ഏറ്റു സാർ. എത്ര പേരെ കൈകാര്യം ചെയ്തിട്ടുള്ളവരാ ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളെ തന്നെ ഞാൻ ഓപ്പറേഷൻ ഏൽപ്പിച്ചത്. എന്നാൽ ഇനി അങ്ങോട്ട് ചെല്ല്, ഓൾ ദ ബെസ്റ്റ് എന്നും പറഞ്ഞ് 2 പോലീസുകാരികളെ അനുഗ്രഹിച്ചങ്ങോട്ട് വിടുവാണ് ആ കാർക്കോടകൻ. പാവം ഋതിക ഇതൊന്നും അറിയാതെ ആ ജയിലടിയിൽ ഇങ്ങനെ മുഖം വെച്ചിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്തായിരിക്കും ആ കാർക്കോടകം വിട്ട പോലീസുകാരികൾ ഋതികയോട് കാണിക്കാൻ പോകുന്നത്? ഋതിക ഒച്ചത്തിൽ കരയുമോ? ആ ശബ്ദം കേട്ട് രാജു പ്രതികരിക്കുമോ? ഇനി രാജു പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി ഋതിക കരയാതിരിക്കുമോ? എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.